ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതിന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു മാർഗ്ഗത്തെക്കുറിച്ചിട്ടാണ്. പക്ഷെ അത് പറയുന്നതിൻ്റെ മുമ്പ് കഴിഞ്ഞ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് നൽകാനാണ് ആദ്യം ആഗ്രഹിക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊരു കാര്യത്തിലും നമ്മുടെ ഏതൊരു ഹാജത്താവട്ടെ ഏതൊരു വിഷയത്തിലും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് ദുആ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ആ മാർഗം ഏതാണ്? നമ്മൾ എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണെങ്കിലും അത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ നമ്മൾക്ക് കിട്ടാനുള്ള മാർഗം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾക്ക് ഒരു ജോലിയില്ല, അപ്പോൾ നമ്മൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. നമ്മൾക്ക് എങ്ങനെ ദുആ ചെയ്യാം? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയിട്ട് ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇങ്ങനെ ദുആ ചെയ്യാം: അല്ലാഹുവേ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് നീ എനിക്ക് നല്ലൊരു ജോലി നൽകണേ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ദുആ ചെയ്യാം: അല്ലാഹുവേ, നിനക്ക് നിൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമത്തിൻ്റെ ബറക്കത്തുണ്ട്, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നീ എനിക്ക് നല്ലൊരു ജോലി നൽകണേ. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രൂപത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം: അല്ലാഹുവേ, നിൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ടാണ് ഞാൻ നിന്നോട് തേടുന്നത്, നീ എനിക്ക് നല്ലൊരു ജോലി നൽകണേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു മലക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ചെന്നിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയും: യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഉമ്മത്തിൽ നിന്നുള്ള ഇന്നാലിന്നൊരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ ഇന്നൊരു ഹാജത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളത് നമുക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ മലക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും: ഇന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങയെ മുൻനിർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ ഒരു വിഷയത്തിൽ, അതായത് ഇപ്പോൾ നമ്മൾ ദുആ ചെയ്തത് ജോലി കിട്ടുന്ന കാര്യത്തിലാണ്, ആ ജോലി കിട്ടുന്ന കാര്യത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യും: പഠിച്ചവനെ അവർക്ക് എന്ത് ചെയ്യണം? അവനക്ക് നല്ലൊരു ജോലി കൊടുക്കണേ എന്നുള്ള രൂപത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും. അപ്പോൾ ഇതാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ നമ്മൾക്ക് കിട്ടാനുള്ള മാർഗം. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് അവിടുത്തെ തവസ്സുൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്താൽ മതി. ഇതേ കാര്യം നമ്മൾ അറബിയിലാണെങ്കിലോ ദുആ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ദ്വാരിക്കുക? നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണോ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടാൻ ആഗ്രഹിക്കുന്നത് അതുകൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദ്വാരക്കും. അപ്പം അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ? അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നത് നിൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ടാണ്. നിൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയുന്നതിൻ്റെ അറബിയാണ് എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത്. അപ്പോൾ പല ആളുകളും കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിച്ചത് എന്താ വെച്ചാൽ ആ ദുആ ഒന്ന് ടൈപ്പ് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ആ ദുആ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കേണ്ടായി. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ദുആ ചെയ്യുകയാണെങ്കിലും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്യുക. അത് നമ്മൾ മലയാളത്തിൽ ചെയ്താൽ മതി, നമ്മളത് അറബിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ജോലി കിട്ടുന്ന കാര്യത്തിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മളെങ്ങനെയാണ് അത് അറബിയിൽ പറയുക? അപ്പോൾ നമുക്ക് പലരും അറബി അറിയാത്ത ആളുകളായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മൾ മലയാളത്തിൽ തന്നെ എന്ത് ചെയ്താൽ മതി? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്താൽ മതി. അതിൻ്റെ മെത്തേഡ് നമ്മൾ പറഞ്ഞു എങ്ങനെ ചെയ്യുക.
അള്ളാഹുവെ നിൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്തുകൊണ്ട് നീ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണേ. അതല്ലെങ്കിൽ അള്ളാഹുവെ ഞാൻ നിന്നോട് നിൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ടാണ് ദുആ ചെയ്യുന്നത്, നീ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണേ. ഈ രൂപത്തിൽ നമ്മൾ മലയാളത്തിൽ തന്നെ ദുആ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ആ വീഡിയോ കേട്ടിട്ട് ചില ആൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും നമ്മൾ അറബിയിൽ തന്നെ ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലാഹുമ്മ ഇന്ന നസ്അലുക ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരു അറബി പറയുന്നുണ്ട്. അപ്പോൾ പല ആളുകൾക്കും അവിടെയാണ് ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്. നമ്മൾ അറബിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇതേ രൂപത്തിൽ തന്നെ ദുആ ചെയ്യണം എന്നുള്ള രൂപത്തിൽ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമ്മൾ അറബിയിൽ തന്നെ ദുആ ചെയ്യണം എന്നില്ല, നമ്മൾ മലയാളത്തിൽ തന്നെ എന്ത് ചെയ്താൽ മതി, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് ദുആ ചെയ്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് ആ ദുആ സ്വീകരിക്കും. നമ്മൾ മലയാളത്തിൽ ദുആ ചെയ്താൽ തന്നെ ആ ഒരു കാര്യം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ എന്ത് ചെയ്യും? ആ മലക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങേ മുൻനിർത്തിയിട്ട് ഇന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചിട്ടുണ്ട് എന്ന് ആ മലക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്ന് പറയും. നമ്മൾ മലയാളത്തിൽ ദുആ ചെയ്താലും ആ മലക്ക് ചെന്ന് പറയും. ഓക്കെ. അപ്പം ആ ഒരു പിന്നെ വീഡിയോയിൽ ആരും ഒരു കൺഫ്യൂഷനും വെക്കണ്ട. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു ദുആനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ ആ വിഷയത്തിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും നമ്മൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചിന്ത വരാം, അങ്ങനെയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ രൂപത്തിൽ നമ്മൾക്ക് ദുആ ചെയ്തൂടെ? അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു ദുആ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ മവാഹിബ് ഷാദുലി തങ്ങൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നുണ്ടായി. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓരോട് പറഞ്ഞു, ഈ ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാം? 5 തവണ അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം. പിന്നെ എന്ത് ചെയ്യുക? അങ്ങനെ 5 പ്രാവശ്യം അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം 5 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. അതിൻ്റെ ശേഷം നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലൻ വമാല. എങ്ങനെയാണ്? അല്ലാഹുമ്മ ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരിനി വജ്ഹ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാലൻ വമാല. ഈ രൂപത്തിൽ നീ ചെയ്യുകയാണെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഈ രൂപത്തിൽ നീ 5 തവണ അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക, 5 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. അതിൻ്റെ ശേഷം ഈ ദുആ നീ ചെയ്യുകയാണെങ്കിൽ എന്തായിട്ടും ഞാൻ എന്ത് ചെയ്യും? നിൻ്റെ അരികിൽ വരും, അല്ലെങ്കിൽ നിൻ്റെ സ്വപ്നത്തിൽ വരുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബുൽ മവാഹിബ് ഷാദുലി തങ്ങളോട് പറയണ്ടായി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പല ആരിഫീങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ടെന്ന് പല ആരിഫീങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇത് ചെയ്തിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ പല ആരിഫീങ്ങളും അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രാർത്ഥന നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ബിഹഖി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? അല്ലാഹുവെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് നീ എന്ത് ചെയ്യണേ? അവിടുത്തെ മുഖം നീ എനിക്ക് കാണിച്ചു നൽകണേ, അവിടുത്തെ എനിക്ക് കാണിച്ചു നൽകണേ എന്നാണ് ദുആ ചെയ്യുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക? ഈ രൂപത്തിൽ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പൊക്കെ പരമാവധി ചൊല്ലാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് തവണ സ്വപ്നത്തിലും ഉണർവിലൊക്കെ കാണാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ പ്രേമം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അതിയായ പ്രേമം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ശുദ്ധീകരിക്കട്ടെ. ആമീൻ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. മരിക്കുന്ന സമയത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
കണ്ടിട്ട് അവിടുത്തെ മടിയിൽ കിടന്നിട്ട് മരിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ ബിജാഹി നബിയിൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.